പാകിസ്ഥാനിലും നിന്ന് വരുന്ന ഡ്രോണുകൾ ജമ്മുവിൽ മാത്രമല്ല രാജസ്ഥാനിലും പഞ്ചാബിലും ഗുജറാത്തിലും അടക്കമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കനത്ത ജാഗ്രതയിലാണ് ഈ നിമിഷത്തിലും പഞ്ചാബ്. പാക് ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലത്തു നിന്നും മുബഷിർ പി അക്ബർ ചേരുന്നുണ്ട് തത്സമയം. മുബഷീർ, ആ സ്ഥലമൊന്ന് വിശദീകരിക്കൂ. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? എപ്പോഴാണ് ഈ ഡ്രോൺ പതിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുബഷിർ പി അക്ബർ. അരുൺകുമാർ, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അമൃത്സറിൽ നിന്നും 30 കിലോമീറ്റർ അകലെയുള്ള മുഗൾ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ വയൽ പ്രദേശമാണ്. ഇവിടെ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് പാകിസ്ഥാന്റെ ഡ്രോണുകൾ പതിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് തൊടുത്തുവിട്ട ഡ്രോണിന്റെ അവശിഷ്ടങ്ങളാണ് കാണുന്നത്. ഇന്ത്യൻ സൈന്യം അത് ചെറുത്ത് തോൽപ്പിച്ച് തകർത്ത് വിട്ടിരിക്കുന്നു. അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ ആ നിലയിൽ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക്, അതായത് അമൃത്സറിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള പഞ്ചാബിലെ ജനവാസ മേഖലയാണ്, കാർഷിക മേഖലയാണ്. ഒരു പാടത്തിന്റെ മധ്യഭാഗത്തേക്കാണ് ഇത് പതിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും ഈ ഭാഗത്തെ ദൃശ്യങ്ങൾ വീണ്ടും കാണിക്കുമ്പോൾ ഇവിടെ പൂർണ്ണമായിട്ട് വന്ന് പതിച്ചതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും. ആ നിലയിൽ തന്നെ ആ വയലിൻ്റെ ഒരു ഭാഗം തന്നെ കരിഞ്ഞിട്ടുണ്ട്. പ്രദേശവാസികളൊക്കെ തന്നെ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചയോടുകൂടിയായിരുന്നു ഇങ്ങോട്ടേക്ക് ഇത് വന്ന് പതിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇങ്ങോട്ടേക്ക് ആക്രമണം നടത്താനുള്ള ശ്രമത്തിനിടയിൽ ഇന്ത്യൻ സൈന്യം തകർത്തതാകാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഒരു മേഖലയിലേക്ക് ആക്രമണം ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തെ പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്. അബാജി, ക്യാ സ്ഥിതി? सुबह मॉर्निंग 5:05 थे ये ड्रोन आया, पूरी आवाज़ आई है। 5:05 पूरा धमाका आया था। वो तो इतो मेरा 5:05 मॉर्निंग टाइम वहाँ तक धमाका गया। ये तो 3 किलोमीटर पीछे मेरा गाँव है, उधर तक पूरा आग दिखा है। 3 किलोमीटर पूरा डेंजरस। इधर 3 किलोमीटर पीछे है मेरे पिंड। तो उधर इस करके उधर मैंने देखा, ऊपर चढ़ के कोठे थे तो पूरा ब्लास्ट होया। पाकिस्तान का ड्रोन इधर आया, कम टू जनाला मॉर्निंग टाइम। मॉर्निंग टाइम 5 बजे सुबह मॉर्निंग टाइम। हाँ, 5:05 में आया। सेम इधर राम तीर्थ है रोड, रडाला, उधर भी गिरा है रात 8 बजे। हाँ, इधर आग था सुबह मॉर्निंग टाइम। हाँ, അരുൺകുമാർ, ഇത് തന്നെയാണ് പ്രദേശവാസികൾ നമ്മളോട് ഇവിടെയുള്ള സാഹചര്യം പറയുകയായിരുന്നു. ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യൻ സൈന്യം തകർത്തിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പല നിറങ്ങളിലുള്ള അതിൻ്റെ ഒരു ഭാഗമൊക്കെ തന്നെ കത്തിക്കരിഞ്ഞ നിലയിലുണ്ട്. സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസവും ഇവിടെ ആക്രമണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. പോലീസൊക്കെ തന്നെ എത്തി ഇവിടെ പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. കനത്ത സുരക്ഷയിൽ തന്നെയാണ് പഞ്ചാബിലെ വിവിധ ഇടങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമൃത്സറിലെ വിമാനത്താവളമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു. മെയ് 15 വരെ അനിശ്ചിതകാലത്തേക്ക് അമൃത്സർ അതുപോലെ തന്നെ ഈ ചണ്ഡീഗഡ് ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളും അടച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 3 ദിവസം അവധി കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു ഭാഗത്ത് പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതാണ്. ജനവാസ മേഖലയിലേക്ക് തുടർച്ചയായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ സൈനിക ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിച്ചുള്ള പ്രതിരോധ നടപടികളിൽ തന്നെയാണ് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള പ്രദേശവാസികൾ നമ്മളോട് പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മുൻപൊക്കെ തന്നെ സമാനമായിട്ടുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് തങ്ങളുടെ പൂർവികർ തങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെ എങ്ങനെ അതിജീവിക്കണമെന്ന്. ആ നിലയിൽ തന്നെ ഒരു പ്രശ്നങ്ങളെ, പ്രതിസന്ധികളൊക്കെ തന്നെ മറികടക്കുമെന്നുള്ളതാണ് പ്രദേശവാസികൾ. हाँ जी, क्या क्योंकि पाकिस्तान की हर काम ही कोशिश रहती है कि पंजाब नूं मल के अटैक करने की कोशिश रहती है। इस करके पूरी भारत नूं सरकार नूं यही बेनती की जाती है कि जल्द तो जल्द इन्हां नूं कंट्रोल किया जाए। ठीक है जी, ताकि जो हरकत कर रहे हैं, खास करके पंजाब करीब एयरपोर्ट अमृतसर करीब 10 किलोमीटर दे तकरीबन गाँव हैगा अदली वाला पिंड। तो इस करके हर मोदी सरकार नूं यही बेनती है कि कम से कम इन्हां नूं नत्थ पाई जाए, ताकि पंजाब की सरकस पूरी हिंदुस्तान की जिहड़ी आ मतलब कि स्थिति बहुत अच्छी बनी रहे।
അരുൺകുമാർ, ഇതിൻ്റെ ഒരു പ്രത്യാഘാതം കൂടി പറയേണ്ടതുണ്ട്. ഈ ഭാഗം മുഴുവനായിട്ട് കരിഞ്ഞു കിടക്കുന്നത് കാണാൻ സാധിക്കും. കാർഷിക മേഖലയാണ്. ഇതുവരെ ഇവിടെ ഗോതമ്പൊക്കെ തന്നെ വിളയിച്ചെടുക്കുന്ന ഒരു മേഖലയായിരുന്നു. ഈ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഈ ഒരു ഭാഗത്തിൻ്റെ ഒരിടം പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. അതിൻ്റെ മധ്യഭാഗത്തേക്കാണ് ഈ ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങൾ ഒന്ന് പതിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പ്രദേശവാസികളെ സംബന്ധിച്ച് അവർ ഭയപ്പാടല്ല, പാകിസ്ഥാനെ ചെറുത്തു തോൽപ്പിക്കുമെന്നുള്ളൊരു പ്രതികരണം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. മുബഷിർ പി അക്ബറാണ് ഇപ്പോൾ അമൃത്സറിൽ ഈ പാകിസ്ഥാൻ അയച്ച ഡ്രോണുകളിൽ ഒന്ന് വീണ് പതിച്ച സ്ഥലത്ത് നിന്നും ആ നെൽപ്പാടത്ത് നിന്നും തത്സമയം വിവരങ്ങളുമായി ചേരുന്നത്. ഗ്രൗണ്ട് സീറോയിൽ നിന്നാണ് റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം പ്രേക്ഷകരിലേക്ക് വിവരങ്ങളുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഇടങ്ങളിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകാൻ റിപ്പോർട്ടർമാരുടെ ഒരു ബൃഹത് സംഘം റിപ്പോർട്ടർ നെറ്റ്വർക്ക് ഇപ്പോൾ അവരെ പലയിടങ്ങളിലും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. രജൌരിയിൽ നിന്ന് നോബിൾ മാരിക്കാരനും നന്ദു പേരാമ്പ്രയുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ബാരാമുള്ളയിൽ നിന്ന് ആദിൽ പാലോടും മനു ബാലകൃഷ്ണനുമുണ്ട്. അമൃത്സറിൽ നിന്ന് മുബഷിർ പി അക്ബറും ഷാഫി കരുളായിയും നമുക്കൊപ്പമുണ്ട്. ജമ്മുവിൽ നിന്ന് വി എസ് രഞ്ജിത്തും വിനേഷ് ഒളവണ്ണയുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ദില്ലിയിൽ നിന്ന് പി ആർ സുനിലും കണ്ണൻ പ്രസന്നനും വിജിത്ത് ഉർക്കടവുമുണ്ട്. ചണ്ഡീഗഡിൽ നിന്ന് അർജുൻ കല്യാടും ഉണ്ണി തുബൂരും നമുക്കൊപ്പമുണ്ട്. ദില്ലിയിൽ നിന്ന് അലി അക്ബർ ഷായും ഹണി തങ്കപ്പനുമുണ്ട്. ദില്ലിയിൽ നിന്ന് സജോ ദേവസിയും രജീഷ് ഭാസ്കരുമുണ്ട്. റഹീസ് റഷീദും വിഷ്ണു എമ്മലും നമുക്കൊപ്പം ചേരും. വാർഡ് ഡെസ്കിൽ നിന്ന് കെ എസ് സജീഷും ആർ ഋഷിപാലും ടി വി പ്രസാദും സായ്കുമാറും വിനീത വേണുവും കൂടുതൽ വിവരങ്ങൾ നൽകാനായി വാർഡ് ഡെസ്കിൽ നിന്നും തത്സമയം ചേരുന്നു. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അമൃത്സറിൽ നിന്ന് മുബഷിർ പി അക്ബർ പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമൃത്സറിൽ പാടത്ത് വീണ പാകിസ്ഥാന്റെ ഡ്രോണുകളുടെ ദൃശ്യങ്ങളാണ്, അവശിഷ്ടങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പല ദൃശ്യങ്ങൾ ഇന്ന് പുലർച്ചെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ജയ്സാൽമീറിലേക്ക് പാകിസ്ഥാന്റെ ഒരു മിസൈൽ വന്ന് പതിച്ചത് നമ്മൾ കണ്ടു. നമുക്കിതെല്ലാം ഒരൊറ്റ ഫ്രെയിമിൽ കൊടുക്കാം. ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് മാത്രം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനപ്പെട്ട മിസൈലുകളും പ്രധാനപ്പെട്ട ഡ്രോണുകളും ഇവയെല്ലാം എങ്ങനെയാണ് നമ്മൾ തകർത്തത് എന്നത് നമ്മൾ നേരത്തെ കണ്ടു. ആ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും എല്ലാം ദൃശ്യങ്ങൾ നമുക്ക് കൊടുക്കാം.